ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ദ ബുക്ക് ഔൾസ്. ബുക്ക് ഔൾസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു വെരി ഫേമസ് നോവലാണ് ദ ഹോം ആൻഡ് ദ വേൾഡ്. ഇതിന് നമ്മൾ ബംഗാളിൽ പറയുന്നത് ഘോരെ ബൈർ. എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റാണോ പ്രൊനൗൺസിയേഷൻ, ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു 1916 നോവലാണ്. സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ നോവൽ, ആരെങ്കിലും പുതുതായിട്ട് ബുക്ക് ഔൾസിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് നമ്മളുടെ എക്സ്പ്ലനേഷൻ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് ആദ്യം ടാഗോറിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. ടാഗോറിനെ കുറിച്ചിട്ട് വലുതായിട്ടൊന്നും പറയേണ്ട കാര്യമില്ലായിരിക്കും, എല്ലാവർക്കും അറിയാം. ടാഗോറിനെ നമ്മൾ കൂടുതലും അറിയപ്പെടുന്നത് എങ്ങനെയാണ്, ഒരു ഫിലോസഫർ, സോഷ്യൽ റിഫോമർ അല്ലേ. ഇന്ത്യയുടെ സ്ട്രക്ചറിങ്ങിൽ തന്നെ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത്. സോ ഹീ ഈസ് എ ബംഗാളി പോളിമാത്ത് ഹൂ വർക്ക്ഡ് ആസ് എ പോയറ്റാണ്, ഒരു പ്ലേ റൈറ്റ് ആയിരുന്നു, റൈറ്ററാണ്, കമ്പോസറാണ്, ഫിലോസഫറാണ്, പിന്നെന്താണ് ആൻഡ് ഹി റീഷേപ്ഡ് ബംഗാളി ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക് ആസ് വെൽ ആസ് ഇന്ത്യൻ ആർട്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയട്രി കളക്ഷൻ നമുക്കറിയാം, ഗീതാഞ്ജലി. ആൻഡ് ഹീ ഈസ് ദ ഫസ്റ്റ് നോൺ യൂറോപ്യൻ to win the Nobel Prize in any category. ഓക്കെ, നൊബൈൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ആദ്യം കിട്ടുന്നത് ഫോർ എ നോൺ യൂറോപ്യൻ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ ടാഗോറിനാണ്. ഇനി ഇത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ഗീതാഞ്ജലി. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഘരെ ബൈർ എന്ന് പറഞ്ഞിട്ടുള്ള ദ ഹോം ആൻഡ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്ക്. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാം ജനഗണമന. പിന്നീടുള്ളത് രവീന്ദ്ര സംഗീത്. ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ നോട്ടബിൾ ആയിട്ടുള്ളൊരു വർക്ക്. ഇനി നമുക്ക് നമ്മളുടെ വർക്കായിട്ടുള്ള ദ ഹോം ആൻഡ് ദ വേൾഡിലേക്ക് പോകാം. ഓക്കെ, ദ ഹോം ആൻഡ് ദ വേൾഡ് ഒറിജിനൽ ടൈറ്റിൽ, ബംഗാളി ടൈറ്റിൽ എന്ന് പറയുന്നത് ഘരെ ബൈർ അങ്ങനെയാണെന്ന് തോന്നുന്നു. ലൈക്ക് സ്പെല്ലിംഗ് നോക്കി വെച്ചേക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് പിന്നീട് പറയുന്നതാണ് അറ്റ് ഹോം ആൻഡ് ഔട്ട്സൈഡ്. ഓക്കെ, വീട്ടിലും വീട്ടിൻ്റെ പുറത്തും, അതാണ് ദ ഹോം ആൻഡ് ദ വേൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇതെന്ന് പറയുന്ന ഒരു നോവലാണ്, 1916 രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നോവലാണ്. ആൻഡ് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ഇൻ ദ ഇയർ 1919. ഓക്കെ, ബൈ ഹിസ് നെഫ്യൂ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഇതിന് ഒരു ഫിലിം അഡാപ്റ്റേഷനുണ്ട് അണ്ടർ ദ സെയിം ടൈറ്റിൽ. സത്യജിത് റോയ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം, കുറച്ചുകൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ആക്ച്വലി ഈ ബുക്കിൽ രവീന്ദ്രനാഥിൻ്റെ ഉള്ളിലുള്ള ഒരു ബാറ്റിൽ തന്നെയാണ് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് വെസ്റ്റേൺ കൾച്ചറും ആൻഡ് ഓൾസോ ദ റെവല്യൂഷൻ എഗെയിൻസ്റ്റ് വെസ്റ്റേൺ കൾച്ചർ, ഇതിനെ പോർട്രേ ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മളുടെ ഈ ഒരു നോവൽ പോകുന്നത്. നോവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അധികം വലിയ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. 3 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, പിന്നെ 2 മൈനർ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് ഒരു മെയിൻ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിലുള്ളത്. ആൻഡ് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ നോവൽ, നമ്മൾ സ്വദേശി മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടും ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി, അല്ലെങ്കിൽ ഈ ഒരു സമയത്തുണ്ടായിരുന്ന പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടും അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ആദ്യം നോക്കാം. ഈ ഒരു നോവൽ സെറ്റ് ചെയ്യുന്നത് ഏർലി 20th സെഞ്ച്വറി ഇന്ത്യയിലാണ്. ആ ഒരു സമയം നമുക്കറിയാം നാഷണൽ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റുമായിട്ട് ഈ ഒരു സ്റ്റോറി ലൈന് ഇഷ്ടംപോലെ എന്താ പറയുക, ഒരു കോയിൻസൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു ടൈം പീരീഡിൽ തന്നെ നമ്മൾ ഇന്ത്യയിൽ വേരിയസ് മൂവ്മെൻറ്റ്സും ക്യാമ്പയിൻസും ഒക്കെ നടക്കുന്നുണ്ട്. നാഷണൽ ക്യാമ്പയിൻസും റീജിയണൽ ക്യാമ്പയിൻസും എല്ലാം നടക്കുന്നുണ്ട്. ചിലത് മിലിറ്റൻ്റ് ആയിരിക്കാം, ചിലത് നോൺ വയലൻ്റ് ആയിട്ടുള്ളതും, അങ്ങനെ പല രീതിയിലും നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കോമൺ ഗോൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂള് എൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇനി മിലിറ്റൻ്റ് നാഷണലിസം ഹാഡ് എ സ്ട്രോങ് ഷോയിങ് ഇൻ ദ ഏർലി പാർട്ട് ഓഫ് ദ 20th സെഞ്ച്വറി. ഓക്കെ, അതായത് അങ്ങേയറ്റമുള്ള നാഷണലിസം അതിനെ അത് ഈ ഒരു ഏർലി 20th സെഞ്ച്വറിയുടെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതയായിരുന്നു. ഇത് തപ്പിപ്പോയതാണ്. ഓക്കെ, എക്സ്പെഷ്യലി ഡ്യൂറിങ് ദ വേൾഡ് വാർ ഫസ്റ്റ് പീരീഡിൽ. ഓക്കെ, അതായത് അങ്ങേയറ്റമുള്ള നാഷണലിസം കാണിക്കുക എങ്ങനെയെങ്കിലും, അതായത് വയലൻസോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും അവർക്കൊരു വിഷയമല്ല. ഓക്കെ, അതൊരു ട്രെൻഡായിരുന്നു ഏർലി 20th സെഞ്ച്വറിയിൽ, ഒരു ട്രെൻഡായിരുന്നു. മെയിൻ ഇവരുടെ എന്തിൻ്റെ ആണെങ്കിലും തന്നെ മെയിൻ ഗോളെന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂള് എൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു.
ആൻഡ് ഇനി ഈ ഒരു നോവലിൽ വരുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് സ്വദേശി മൂവ്മെൻറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്തായിരുന്നു സ്വദേശി മൂവ്മെൻറ്റ്. സെയിം പോലെ തന്നെ ഏർലി 20th സെഞ്ച്വറിയുടെ കാലഘട്ടത്തിൽ വരുന്ന ഒരു മൂവ്മെൻറ്റാണ് സ്വദേശി മൂവ്മെൻറ്റ്. അതായത് നമ്മളുടെ നാട്ടിലുണ്ടാക്കുന്ന ഇന്ത്യയിലുണ്ടാക്കുന്ന ഗുഡ്സും പ്രോഡക്ട്സും മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്നിട്ട് നമ്മളെന്താ ഈ ഒരു ഫോറിൻ ഗുഡ്സിനെയും സാധനത്തിനെയും എല്ലാത്തിനെയും നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുക. അതായിരുന്നു സ്വദേശി മൂവ്മെൻറ്റ്. അതായത് ഇതൊക്കെ ഇവർക്കെതിരെ നമ്മൾ യൂസ് ചെയ്തിരുന്ന പല ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സും ആയിരുന്നു ബ്രിട്ടീഷ് റൂളിനെതിരെ ഉപയോഗിച്ചിരുന്നത്. സോ അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റാണ് സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. And the Swadeshi movement started in response to the 1905 partition of Bengal by the Viceroy Lord Curzon. നമ്മളുടെ പാർട്ടീഷൻ ഓഫ് ബംഗാളിന് ശേഷം നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റെപ്പായിരുന്നു ഈ ഒരു സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പാർട്ടീഷൻ ഓഫ് ബംഗാൾ തന്നെ ഇന്ത്യയിലുള്ള മുസ്ലിംസിനെയും ഹിന്ദുസിനെയും രണ്ടിനെയും ഒരു കുറേ നാൾക്ക് തന്നെ ഇവരെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ടെമ്പററി സെപ്പറേഷന് കാരണമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളുടെ നോവലിൻ്റെ ഒരു മേജർ കാര്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ നോവൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നീട് നമ്മൾ ഈ ഒരു സ്വദേശി മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് എ സക്സസ്ഫുൾ resistance policy against British colonialism. Okay, Indian citizens were encouraged to boycott British goods to foster Indian identity and independence. This movement was important in fostering a new spirit in India and separating India from Britain, which was largely thought to be responsible for the subsequent widespread poverty. പിന്നീട് നമുക്ക് പോവർട്ടിയിലേക്കൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എനിവേ ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇനി നമുക്ക് നമ്മളുടെ നോവലിലെ മേജർ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മേജർ ക്യാരക്ടർ എന്ന് പറയുന്നത് നിഖിലാണ്. നിഖിൽ, പിന്നീട് നമുക്കുള്ളത് ബിമാല, പിന്നീട് സന്ദീപ്. ഇനി 2 മൈനർ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്, നമുക്ക് അതും കൂടെ നോക്കാം. ഓക്കെ, മൈനർ ക്യാരക്ടേഴ്സായിട്ട് വരുന്നതാണ് അമൂല്യയും ബാരിനും. സോ ഫസ്റ്റ് നമുക്ക് മേജർ ക്യാരക്ടറായിട്ടുള്ള നിഖിലിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഈ നിഖിൽ എന്ന് പറയുന്നത് ബിമാലയുടെ ഹസ്ബൻഡാണ്. ഇദ്ദേഹം വളരെ വെൽത്തി ആയിട്ടുള്ളൊരു ലിബറൽ ജമീന്ദാറായിരുന്നു. ഒരു ലിബറൽ ആയിട്ടുള്ളൊരു ലാൻഡ് ഓണറാണ് നമ്മളുടെ നിഖിൽ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുന്നത് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ബിമാല വീട്ടിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് നിഖിലിന് ആ ഒരു സീനിൽ പോർട്രേ ചെയ്യുന്നത് ആസ് എ ഇതേപോലെ തന്നെയാണ്, വളരെ ലിബറൽ ആയിട്ടുള്ളൊരു ഹസ്ബൻഡായിട്ടാണ്. അതായത് വൈഫിന് ഈ ഒരു വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി കൂടണ്ട എന്ന് പറയുന്ന ഒരു ഭർത്താവിനെയാണ് നമ്മൾ നിഖിലിലൂടെ കാണുന്നത്. ഓക്കെ, അതിലിങ്ങനെ പറയുന്നുണ്ട് പുറത്ത് വരണം, അതായത് പഠിപ്പിക്കാനൊക്കെ അദ്ദേഹം നോക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് നിഖിൽ നോക്കുന്നുണ്ട്. ആൻഡ് ഹി ബിലീവ്സ് ഇൻ ഫ്രീഡം, റീസൺ, നോൺ വയലൻസ് ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി. ഇനി ഇദ്ദേഹം ഈ ഒരു നോവലിൽ സിംബലൈസ് ചെയ്യുന്നത് റാഷണൽ ഹ്യൂമനിസമാണ് ആൻഡ് എത്തിക്കൽ ലീഡർഷിപ്പിനെയും ഇദ്ദേഹം പോർട്രേ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സന്ദീപിൻ്റെ ക്യാരക്ടർ പറയുമ്പോഴത്തേക്കും വലിയൊരു കോൺട്രാസ്റ്റ് നമുക്ക് നിഖിലിൻ്റെ ക്യാരക്ടറുമായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ അതാണ് നമ്മളുടെ നിഖിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ബിമാല. ബിമാല ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു നോവലിൻ്റെ ഒരു സെൻട്രൽ ഫീമെയിൽ ക്യാരക്ടർ ആണ് ബിമാല. ആൻഡ് ഓൾസോ ദ നറേറ്റർ ഓഫ് ദ നോവലാണ്. ഇതിൻ്റെ ഒരു നറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 പേരും നറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ബിമാല നറേഷൻ കൊടുക്കുന്നുണ്ട്, നിഖിൽ ആൻഡ് ഓൾസോ സന്ദീപ് നറേഷൻ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫിലിമിലും അതേപോലെ തന്നെയാണ്. ആദ്യം കാണുന്ന എല്ലാ നറേഷനും ബിമാലയുടെ നറേഷനാണ്. ആൻഡ് ബിമാല എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ വൈഫാണ് ഇനിഷ്യലി. ഓക്കെ, ആദ്യം നോവലിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇവരൊരു ട്രഡീഷണൽ വൈഫാണ് ഹു ഈസ് കൺഫൈൻഡ് ടു ദ ഇന്നർ ഹൗസ് ഹോൾഡ്. ആൻഡ് ഷീ ഈസ് എൻകറേജ്ഡ് ബൈ ഹെർ ഹസ്ബൻഡ് ടു സ്റ്റെപ്പ് ഇൻ ടു ദ ഔട്ടർ വേൾഡ്. അതാണ് ദ ഹോം ആൻഡ് ദ വേൾഡ്. ആ ഒരു വേൾഡിലേക്ക് ഇവളെ പുറത്ത് പോകാനൊക്കെ ആയിട്ട് കൂടുതലും ആദ്യമൊക്കെ എൻകറേജ് ചെയ്യുന്നത് ബിമാലയുടെ വൈഫായിട്ടുള്ള നിഖിലാണ്. ആൻഡ് ഷീ ഈസ് ഇമോഷണലി ടോൺ. ഇവളുടെ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവൻച്വലി ഷീ ബിക്കം ഇമോഷണലി ടോൺ ബിറ്റ്വീൻ ഹെർ ലോയാലിറ്റി ടു ഹെർ ഹസ്ബൻഡ് ആൻഡ് ഹെർ അട്രാക്ഷൻ ടു സന്ദീപ്. ലേറ്റർ ഇൻ ദ നോവൽ നമ്മളെന്താണ് ബിമാലയ്ക്ക് ഒരു സന്ദീപിനോടുള്ളൊരു അട്രാക്ഷനൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അതാണ് നമ്മളുടെ ബിമാല, പിന്നീട് നിഖിൽ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന അടുത്ത മെയിൻ ക്യാരക്ടറാണ് സന്ദീപ് എന്ന് പറയുന്നത്.
ഇയാൾ കാണാനൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു നാഷണലിസ്റ്റ് ലീഡറാണ്. ആൻഡ് ഓൾസോ ഹീസ് എ ഫ്രണ്ട് ഓഫ് നിഖിൽ. ആൻഡ് ഹീ ഈസ് പാഷനേറ്റ് അബൌട്ട് ദ സ്വദേശി മൂവ്മെൻറ്റ്, ബട്ട് അൾട്ടിമേറ്റ്ലി ഹീ ഈസ് സെൽഫ് സെർവിങ്. ഈ സ്വദേശി മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഘോരം പ്രസംഗിക്കുന്ന ഒരാളാണ് നമ്മളുടെ ഈ ഒരു നിഖിൽ സന്ദീപ് എന്ന് പറയുന്ന ഇദ്ദേഹം. ആൻഡ് പക്ഷേ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കാണുമ്പോഴത്തേക്കും ഇയാൾ ഇദ്ദേഹത്തിൻ്റെ വെൽബീയിങ് മാത്രം നോക്കിക്കൊണ്ട് ഉള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് നമ്മളുടെ ഈ ഒരു സന്ദീപിൻ്റെ ക്യാരക്ടർ ഇവിടെ വരുന്നത്. ഹി മാനിപ്പുലേറ്റ്സ് ബിമാല ഇമോഷണലി ആൻഡ് ഓൾസോ ഫൈനാൻഷ്യലി. നോവലിൻ്റെ ഒരു ഘട്ടത്തിൽ ബിമാലയെ കൊണ്ട് തൻ്റെ ഹസ്ബൻഡിൽ നിന്നൊരു 6000 രൂപയൊക്കെ സ്റ്റീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ഇവളുടെ ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ സ്റ്റീൽ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. സ്റ്റീലിംഗ് അല്ല, ആക്ച്വലി ബിമാലയെ കൊണ്ട് എടുപ്പിക്കുന്നതാണ്. ബിമാലയെ ഇദ്ദേഹം മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ച് എടുപ്പിക്കുന്നതാണ്. എന്നിട്ട് അവസാനം ഇയാൾ സ്കൂട്ടാവുകയും ചെയ്യും. അതാണ് നമ്മളുടെ ഈ ഒരു സന്ദീപിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ആക്ഷനാണ് ഈ ഒരു നോവലിൽ അൺട്രസ്റ്റും ബിട്രയലും ഒക്കെ എല്ലാത്തിനും ഒരു കോൺസിക്വൻസ് ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് ഈസ് ദ മൈനർ. ഇനി നമുക്ക് മൈനർ ക്യാരക്ടേഴ്സിനെ നോക്കാം. മൈനർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ഒന്ന് അമൂല്യയും വേറൊന്ന് ബാരനുമാണ്. അമൂല്യ എന്ന് പറയുന്നത് നമ്മളുടെ സന്ദീപിൻ്റെ ഒരു ഫോളോവറാണ്. സന്ദീപ് എന്തൊക്കെ പറയുന്നത് അതിനെ എല്ലാത്തിനെയും കണ്ണടച്ച് വിശ്വസിച്ച് പോകുന്ന ഒരാളാണ് അമൂല്യ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു അമൂല്യ റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂത്തിനെയാണ്. യൂത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് വരുന്നത് ബാരനാണ്. ബാരൻ എന്ന് പറയുന്ന ഒരു അധികം റോളൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ നോവലിൻ്റെ അവിടെ ഇവിടെയൊക്കെ മാത്രം കാണുന്ന ഒരാളാണ്. ആൻഡ് ഈ ഒരു ബാരൻ എന്ന് പറയുന്നത് നമ്മളുടെ ബിമാലയുടെ കസിനാണ്. ഓക്കെ. ആൻഡ് ഹീ ഈസ് വെരി മച്ച് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പൊളിറ്റിക്സ്. സോ ഇത് രണ്ടുമാണ് ബാക്കി ക്യാരക്ടേഴ്സ്. ഇനി നമുക്ക് നമ്മളുടെ നോവലിൻ്റെ സമ്മറിയിലേക്ക് പോകാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കൺസൈസ് സമ്മറിയാണ്. ബിക്കോസ് നമ്മൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി ലെങ്തി ആയിപ്പോവും. ഓക്കെ. സോ നമുക്ക് കൺസൈസ് സമ്മറി പറയാം, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും ഉൾക്കൊള്ളിക്കാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ പ്ലോട്ട് സമ്മറി നോക്കുകയാണെങ്കിൽ ഇതിൽ ആദ്യം കാണിക്കുന്നവരുടെ ഡൊമസ്റ്റിക് ലൈഫാണ്. അതായത് നമ്മളുടെ ടൈറ്റിലിൻ്റെ ദ ഹോം ആൻഡ് ദ വേൾഡിലെ ഹോമിനെയാണ് ആദ്യം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ബിമാലയും ബിമാലയുടെ ഹസ്ബൻഡായിട്ടുള്ള നിഖിലും, ഓക്കെ, അവരുടെ ഒരു ഫാമിലീനെയാണ് ആദ്യമായിട്ട് കാണിക്കുന്നത്. ആൻഡ് ഹിയർ ബിമാലേനെ നമ്മളെ നിഖിൽ എൻകറേജ് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് വരാനും ആക്റ്റീവ്ലി വേൾഡിലേക്ക് ഇറങ്ങി ചെല്ലാൻ. ഈ ഒരു ട്രഡീഷണൽ സെറ്റപ്പിൽ നിൽക്കണ്ട, ഒരു കുറേ കൂടി റിയലിസ്റ്റിക് വേയിൽ നീ അപ്രോച്ച് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് ബിമാലയെ ഒത്തിരി പുഷ് ചെയ്ത് ഒരു ഔട്ട്സൈഡ് വേൾഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എവിടേക്കോ എനിക്ക് ഈ സന്ദീപ് കയറി ഇടയ്ക്ക് വരുന്നുണ്ട്. ഹസ്ബൻഡ് എന്ന് പറയുന്നത് നിഖിലാണ്. ഓക്കെ. ഞാൻ നേരത്തെ ഉള്ള എവിടെയോ പറയുന്നുണ്ട് ബിമാലയുടെ വൈഫാണ് നിഖിലെന്ന്. അത് തെറ്റിപ്പോയതാണ്. അപ്പോൾ ബിമാലയുടെ ഹസ്ബൻഡ് നിഖിൽ. അങ്ങനെ ഈ നിഖിൽ ഒത്തിരി ഇങ്ങനെ ഫ്രീഡം കൊടുക്കാനും അവളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. സോ അതാണ് നമ്മളുടെ ഈ ഒരു ഡൊമസ്റ്റിക് ലൈഫ് സെറ്റപ്പ് ആദ്യം കാണിക്കുന്നത്. പിന്നീടാണ് നമ്മളുടെ ഈ ഒരു സന്ദീപിൻ്റെ കടന്നുകയറ്റം. ഓക്കെ. സന്ദീപിനെ ബിമാല ആദ്യമായിട്ട് കാണുന്നത് ഒരു ഇതിൽ പോകുമ്പോഴാണ്, ഒരു കോൺഫറൻസ് പോലെ, ഒരു പാർട്ടിയുടെ ഒരു മീറ്റിംഗ് പോലെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ. മീറ്റിംഗ് എന്നല്ല, നമ്മൾ കാണുമല്ലോ, അതായത് ഈ പണ്ടൊക്കെ നമുക്കറിയാമല്ലോ മൈക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഗ്യാദർ ചെയ്തിരിക്കുന്നു. സോ അങ്ങനെ ഒരു സമയത്താണ് നമ്മളുടെ ബിമാല സന്ദീപിനെ ആദ്യമായിട്ട് കാണുന്നത്. ഇതിന് മുന്നേ സന്ദീപിനെ കുറിച്ചിട്ട് ഹസ്ബൻഡ് വഴി കേട്ടിട്ടുണ്ടെങ്കിലും അവൾ ആദ്യമായി കാണുന്നത് ആ ഒരു ടൈമിലാണ്. ആൻഡ് ഇവൻ്റെ ഈ ഒരു പ്രസംഗത്തിലൊക്കെ ഭയങ്കരമായിട്ട് ബിമാല അട്രാക്റ്റഡ് ആവുകയും, അതായത് അവൻ്റെ ആ ഒരു ഐഡിയോളജീസിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവുകയും അങ്ങനെ ഒരു ഇഷ്ടം സന്ദീപിനോട് തോന്നുന്നുണ്ട്. Sandeep, he speaks passionately about patriotism and the Swadeshi movement, which encourages Indians to boycott British goods and embrace indigenous products. And Bimala is captivated by Sandeep's passion and ideals. For the first time, she feels drawn to a cause larger than herself, and also she is romantically drawn to Sandeep. So Sandeepinte ee oru ഐഡിയോളജിയിലെല്ലാം ഇഷ്ടം തോന്നി. ആൻഡ് ഇവൻച്വലി ആ സന്ദീപിലേക്ക് പോകുന്ന ഒരു ബിമാലിനെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ആൻഡ് ലേറ്റർ ഷീ റിയലൈസസ് ഇതൊക്കെ ചുമ്മാതാണ്, അല്ലെങ്കിൽ സന്ദീപിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ക്യാരക്ടർ മനസ്സിലാക്കുമ്പോഴത്തേക്കും അവൾ തിരിച്ചു വരുന്നുണ്ട്. അവൾക്ക് റിയലൈസേഷൻ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നുണ്ട്. അതൊക്കെ ലേറ്റർ പാർട്ട് ഓഫ് നോവലിലാണ് വരുന്നത്. നെക്സ്റ്റ് ഈസ് ദ കോൺഫ്ലിക്റ്റ് ആൻഡ് ദ മാനിപ്പുലേഷനെ കുറിച്ചിട്ടാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്വദേശി മൂവ്മെൻറ്റ് അല്ലേ, ഇനിഷ്യലി നമ്മൾ പറഞ്ഞിട്ടുള്ള സ്വദേശി മൂവ്മെൻറ്റ്. അപ്പം ഈ ബ്രിട്ടനിൽ അതല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ പ്രോഡക്ട്സിനെ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക, എന്നിട്ട് ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള സാധനങ്ങൾ മാത്രം ആശ്രയിച്ച് ജീവിക്കുക. അതായിരുന്നു സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഈ ഒരു നോവലിൽ
മുസ്ലിം ട്രേഡേഴ്സിനെ കാണിക്കുന്നുണ്ട്, മുസ്ലിം ട്രേഡേഴ്സും ഹിന്ദുസും ഒക്കെ. ഓക്കെ, അപ്പം ഇതിൽ ഈ മുസ്ലിം ട്രേഡേഴ്സ് കൂടുതലും റോ മെറ്റീരിയലിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സിനെയാണ്. ഓക്കെ, അതാണ് അവരുടെ ഒരു ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത്. സോ അവർ ആ ഒരു റോ മെറ്റീരിയലിൽ നിന്നാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുകയും അവരുടെ ഡെയിലി ലൈഫിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ മീറ്റ് ചെയ്യുന്നതും അങ്ങനെയാണ്. അപ്പം ഇവർക്ക് ഈ ഒരു ബോയ്ക്കോട്ടിനെ മുസ്ലിം ട്രേഡേഴ്സിന് ആ ഒരു ഏരിയയിലുണ്ടായിരുന്ന മുസ്ലിം ട്രേഡേഴ്സിന് ഈ ഒരു ബോയ്ക്കോട്ടിനെ അങ്ങോട്ട് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവിതമാർഗ്ഗം ഇതാണ്. പക്ഷേ നമ്മളുടെ സന്ദീപിൻ്റെ ആ ഒരു ഐഡിയോളജി അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ ഇതിനെ ബോയ്ക്കോട്ട് ചെയ്യുന്നില്ല അവരെ എല്ലാവരെയും എനിമീസായിട്ട് പ്രഖ്യാപിക്കുന്നു, അവർക്കെതിരെ കമ്മ്യൂണൽ വയലൻസ് അഴിച്ചുവിടുക, അങ്ങനെയൊക്കെയായിരുന്നു. അതായത് മുസ്ലിംസ് ഈ റൂൾസിനെ അല്ലെങ്കിൽ ഈ ഒരു ബ്രിട്ടീഷ് റൂളിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് സന്ദീപ്. അങ്ങനെ അവിടെ ഒരു എന്താ പറയുക ഒരു കമ്മ്യൂണൽ വയലൻസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ റയോട്ട് നടക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാം മറ്റേ സിനിമയില്ലേ, ഏതാ ഫഹദ് ഫാസിലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പേര് കിട്ടുന്നില്ല. അതിൽ നടക്കുന്ന സംഭവം എന്താണെന്നറിയാമല്ലോ, മാനിപ്പുലേഷനാണ് നടക്കുന്നത്. അതേ സെയിം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഓക്കെ, പിന്നീട് നമ്മളുടെ നോവലിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മളുടെ സന്ദീപ് വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് ഇയാൾ ബിലീവ് ചെയ്യുന്നത് അറ്റ് എനി കോസ്റ്റ് എന്താണ് നമ്മളിതിനെ എല്ലാത്തിനെയും ഇതാക്കണം, കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യണം, അത് ഏത് മാർഗത്തിലാണെങ്കിലും അതങ്ങനെ ചെയ്യണമെന്നാണ്. സോ അതിന് വേണ്ടിയിട്ട് ഹീ സപ്പോർട്ട്സ് വയലൻസ് ആൻഡ് ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റിഫൈഡ് ഫോർ ദ കോസ് ഓഫ് നേഷൻ. നമ്മളുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന വയലൻസ് അതിലൊരു വിഷയമില്ല എന്ന് പറയുന്ന ഒരാളാണ് സന്ദീപ്. ഓൺ ദ അതർ ഹാൻഡ് നിഖിൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഉള്ള ഒരാളാണ് നിഖിൽ. കാരണം ഈ ഒരു റയോട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണൽ വയലൻസിൽ ഇവരുടെ വില്ലേജിലുള്ള ആൾക്കാർക്ക് തന്നെയാണ് പ്രശ്നം സംഭവിക്കുന്നത്. മുസ്ലിം ട്രേഡേഴ്സിനാണെങ്കിലും ഹിന്ദുസും തമ്മിലുള്ള അടിക്ക് ആർക്കാണ് പ്രശ്നം സംഭവിക്കുന്നത്? അൾട്ടിമേറ്റ്ലി വില്ലേജേഴ്സിനാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. സോ നിഖിൽ കുറച്ചുകൂടി ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് നിഖിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഈ ഒരു സന്ദീപ് എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ വേറെ സന്ദീപിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ലൂട്ടിങ്ങിനെയൊക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹി എൻകറേജസ് ലൂട്ടിങ് ഓഫ് ഫോറിൻ ഗുഡ്സ് വിച്ച് ലീഡ്സ് ടു റയോട്ട് ആൻഡ് ലോലെസ്നെസ്. നെക്സ്റ്റ് നമ്മളുടെ സന്ദീപ് മൈനോറിറ്റീസിനെ വില്ലിഫൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മുസ്ലിം ട്രേഡേഴ്സ് ഇവരുടെ ഒരു ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് ഇവർ റിലൈ ചെയ്യുന്നത് ബ്രിട്ടനിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷിൻ്റെ റോ മെറ്റീരിയൽസ് ആണ്. അപ്പം ഇവർക്ക് ആ ഒരു ബോയ്ക്കോട്ടിന് അത്രത്തോളം അങ്ങോട്ട് ഓക്കെ പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പം മൈനോറിറ്റീസിനെ വില്ലിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ബ്രിട്ടീഷ് റൂളിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ഇവർക്കെതിരെ പ്രതിഷേധം അഴിച്ചുവിടുക. ഓക്കെ, Sandeep Swadeshi campaign demands total boycott of these goods, but he shows no concern for how this affects Muslim economically, labeling them as the enemies of nation if they do not comply. ഇവൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ അവരെ എനിമീസായിട്ട് പ്രഖ്യാപിക്കുക, അവർക്കെതിരെ യുദ്ധം തുടങ്ങുക. ഓക്കെ, അതായിരുന്നു നമ്മളുടെ സന്ദീപിൻ്റെ ഒരു പോളിസി. ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ നിഖിലിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. ആൻഡ് ഓൾസോ സന്ദീപിൻ്റെ ഒരു വേർഷൻ ഓഫ് നാഷണലിസം എന്ന് പറയുന്നത് അതൊരു ഹിന്ദു സെൻട്രിക് ആണ് എന്ന് പറയുന്നുണ്ട്. അതായത് മനസ്സിലായല്ലോ, ഹിന്ദു സെൻട്രിക് ആയിട്ടുള്ളൊരു നാഷണലിസ്റ്റ് ഐഡിയ ആയിരുന്നു നമ്മളുടെ സന്ദീപിനുണ്ടായിരുന്നത്. He does not promote an inclusive identity that unites Indians of all faith. Instead, his rhetoric implies that true Indians are those who support the Swadeshi movement, ignoring religious and economic diversity. He alienates minorities and also slows and he sows division. ഇവർക്കെതിരെ ഒരു ഡിവിഷൻ വരയ്ക്കും കൊണ്ടുവരാനായിട്ട് നമ്മളുടെ സന്ദീപിൻ്റെ പൊളിറ്റിക്സിന് സാധിക്കുന്നുണ്ട്. ഇനിയാണ് അറ്റ് എ പോയിൻറ്റ് ഇദ്ദേഹം അതായത് സന്ദീപ് നമ്മളുടെ ബിമാലേനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് പാർട്ടി നമുക്കറിയാമല്ലോ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഫണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ബിമാലേനെ മാനിപ്പുലേറ്റ് ചെയ്ത് നിഖിലിൻ്റെ കയ്യിൽ നിന്ന് 6,000 രൂപ എടുക്കുന്നുണ്ട്. ബിമാലയുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് നീ സ്റ്റീൽ ചെയ്യുന്നത് നീ അത് ഒരു സ്റ്റീലായിട്ട് നീ കണക്കാക്കേണ്ട, നീ നിൻ്റെ ദേശത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, അപ്പോൾ അതൊരു പുണ്യപ്രവൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിമാലേനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ നിഖിലിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ബിമാല അറ്റ് എ പോയിൻ്റ് അവളുടെ ജ്വല്ലറീസ് കൊടുത്തിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യാനൊക്കെയായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ലാസ്റ്റ് സന്ദീപ് തിരിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും അറ്റ് എ പോയിൻറ്റ് ഇവളിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്.
ലേറ്ററാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പൊളിറ്റിക്സ് ഇത്രയും കമ്മ്യൂണൽ വയലൻസും റിയോട്ട്സും എല്ലാം കൊണ്ടുവരുമ്പോഴത്തേക്കും ബിമാലയ്ക്ക് റിയലൈസേഷൻ ഹിറ്റാവുകയും എന്നിട്ട് നിഖിലിനോട് പോയിട്ട് കൺഫ്യസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്തുമ്പോഴത്തേക്കും നമ്മളുടെ നോവൽ ടുവേർഡ്സ് ഇറ്റ്സ് ക്ലൈമാക്സ് ആവുന്നു. മുസ്ലിംസും ഹിന്ദുസും എതിരെയുള്ളൊരു കമ്മ്യൂണൽ വയലൻസ് വരുന്നു, അവിടെ ഒരു അറ്റാക്കും ഒരു റിയോട്ട്സും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ നിഖിൽ ഓടിപ്പോയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, മുസ്ലിം ടെനൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നതിൻ്റെ ഇടയിൽ നിഖിൽ സിവിയർലി ഇഞ്ചേർഡ് ആവുന്നുണ്ട്. പിന്നെ നിഖിലിൻ്റെ ഫേറ്റ് എന്താണ് എന്നൊന്നും പറയുന്നില്ല ഇതിൽ. എനിവേ ഭയങ്കരമായിട്ട് സിവിയർലി ഇഞ്ചേർഡ് ആവുന്നുണ്ട്. ബിമാല ഓൾസോ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് സന്ദീപ്സ് ഐഡിയ ഓഫ് പേട്രിയോട്ടിസം ഹാസ് നോ റൂം ഫോർ ഹ്യൂമാനിറ്റി ഓർ മോറൽ റെസ്ട്രെയിൻ. ഇനി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ നോവൽ നമ്മൾ കാണുന്നത് സന്ദീപ് ഫ്ലീസ് ആഫ്റ്റർ ബിമാല റിയലൈസസ് ഹിസ് ട്രൂ ഇൻറ്റൻഷൻ. അതിനുശേഷം അവൻ ഓടി പോകുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമൂല്യ, നമ്മൾ പറഞ്ഞിരുന്നു സന്ദീപിൻ്റെ ഒരു ഫോളോവറായിരുന്നു, യങ് ഫോളോവറായിരുന്നു അമൂല്യ എന്ന് പറയുന്നത്. ഇവർ മരിക്കുന്നുണ്ട്. ഓക്കെ, ഷീ ഈസ് കിൽഡ് ഡ്യൂറിങ് ദ വയലൻറ്റ് ക്ലാഷസ്. നിഖിൽ വെഞ്ചേഴ്സ് ഔട്ട് ടു പ്രൊട്ടക്ട് ദ വില്ലേജസ് ഫ്രം ദ കമ്മ്യൂണൽ റയോട്ട്സ് ആൻഡ് ഈസ് ക്രിട്ടിക്കലി ഇഞ്ചേർഡ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നീട് നമ്മൾ ബിമാലയുടെ റിയലൈസേഷനൊക്കെ കുറിച്ചിട്ട് സംസാരിച്ചിരുന്നു. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഒരു നോവൽ എൻഡ് ചെയ്യുന്നത് ഇറ്റ് എൻഡ്സ് വിത്ത് ആൻ അൺസർട്ടൺ ടോൺ. നമുക്കിപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ആകെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഖിൽ സർവൈവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കത്ര ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ആൻഡ് ബിമാല ഫേസസ് ദ ഫ്യൂച്ചർ ഷേപ്ഡ് ബൈ റിഗ്രറ്റ് ആൻഡ് മോറൽ അവേക്കനിങ്. ആക്ച്വലി ബിമാലേനെ ഒരു ഇമ്പോർട്ടൻറ്റ് തീം, ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിട്ട് ഇവിടെ ടാഗോർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു അൺട്രസ്റ്റിനെയൊക്കെ പോർട്രേ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ബിമാല. സോ ബിമാലയുടെ ക്യാരക്ടർ ഈ ഒരു നോവലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Like through this novel അല്ലെങ്കിൽ through the portrayal of Bimala's character, Tagore criticizes the Swadeshi movement's transformation into violent exclusionary fanaticism, advocating instead for a more humane, inclusive nationalism rooted in reason, concise and compassion. അതായത് സ്വദേശി മൂവ്മെൻറ്റിനെ ടാഗോർ ടു എക്സ്റ്റെൻറ്റ് ഇതിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതായത് സ്വദേശി മൂവ്മെൻറ്റ് ഇദ്ദേഹം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വയലൻറ്റും ഒരു എക്സ്ക്ലൂഷണറി ഫാൻറ്റസിസം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയ, അങ്ങ് എക്സ്ട്രീമിലായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിനെയാണ് നമ്മൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരയ്ക്കും പോകുന്ന ഐഡിയനെയാണ് നമ്മൾ ഫാൻറ്റസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ആകാണ്ട് ഒരു സ്വദേശി മൂവ്മെൻറ്റ് കുറച്ചുകൂടി ഹ്യൂമൈൻ ആയിരിക്കണം, കുറേ കൂടി ഇൻക്ലൂസീവ് നാഷണലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ മുസ്ലിംസിനെ അവർ വില്ലിഫൈ ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ സന്ദീപിൻ്റെ ക്യാരക്ടറിൽ കാണിക്കുന്നുണ്ടല്ലേ. സോ അങ്ങനെയല്ലാണ്ട് ഇറ്റ് ഷുഡ് ബി മോർ റൂട്ടഡ് ഇൻ റീസൺ, കൺസൈസ് ആൻഡ് കമ്പാഷൻ. അതാണ് ടാഗോർ ഇതിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. And also he criticizes the aggressive nationalism that ignores ethics and humanity. He advocates for a balanced, compassionate approach to political change and emphasizes inner freedom over outward slogans. So ഇതാണ് നമ്മളുടെ ഈ ഒരു നോവൽ എൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ടാഗോറിൻ്റെ തോട്ടും നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ എൻ്റെ നറേറ്റീവ് സ്റ്റൈലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു 3% നറേറ്റീവിൽ നമുക്ക് കാണാൻ പറ്റും. 3 പേരുടെയും നറേഷൻ നമുക്കിതിലുണ്ട്. പിന്നെ മേജർ തീംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതൊരു നാഷണലിസ്റ്റ് തീം നമുക്ക് കാണാൻ പറ്റും. നാഷണലിസം വേഴ്സസ് ഹ്യൂമനിസം കാണാൻ പറ്റും. നമുക്ക് സന്ദീപിൻ്റെ ക്യാരക്ടറും നമ്മളുടെ നിഖിലിൻ്റെ ക്യാരക്ടറും വെച്ചിട്ട് നമുക്കിത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, പിന്നീട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷൻ വേഴ്സസ് മോഡേണിറ്റി. അപ്പം ആദ്യം ഒരു ട്രഡീഷണൽ സെറ്റപ്പിലുണ്ടായിരുന്ന ബിമാല പിന്നീട് പുറത്തേക്ക് ഇറങ്ങുകയും ഒരു മോഡേണിസ്റ്റിക് അപ്രോച്ചിലേക്ക് വരുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദ റോൾ ഓഫ് വുമൺ ആൻഡ് ദ ചേഞ്ചിങ് സോഷ്യൽ നോംസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീഡം. നെക്സ്റ്റ് ഐഡിയലിസവും ഓപ്പർച്യൂണിറ്റീസും. ഐഡിയലിസം എന്ന് പറയുന്നത് നിഖിലിൻ്റെ എത്തിക്സും, അതായത് നിഖിലിൻ്റെ എത്തിക്സിനെ കാണിക്കുന്നതും പിന്നീട് സന്ദീപിൻ്റെ ഒരു എക്സ്പ്ലോട്ടേഷനെ കാണിക്കുന്നതുമായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നീട് നമ്മൾ സ്റ്റൈലിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. നരേഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവാണ്. വി ഹാവ് ബിമാല, നിഖിൽ ആൻഡ് സന്ദീപ്. സോ ഇതാണ് ഈ ഒരു നോവലിൻ്റെ വെരി ഷോർട്ട് സമ്മറി ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.